കാറും ബൈക്കും ഓടിക്കാൻ തയ്യാറെടുത്ത് പത്തനംതിട്ട നിലയ്ക്കലിലെ അട്ടത്തോട് ട്രൈബൽ സ്കൂൾ കുട്ടികൾ ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ആധുനിക കളിപ്പാട്ടങ്ങൾ സ്കൂളിൽ ലഭ്യമാക്കിയത്. പുതിയ കളിപ്പാട്ടങ്ങളുടെ വരവോടെ കുട്ടികളും ആവേശത്തിലാണ്. നഗരത്തിലെ മികച്ച സ്കൂളുകളിലുള്ള കളിക്കോപ്പുകൾ ഇനി അട്ടത്തോട് സ്കൂളിലുമുണ്ട്. സർക്കാർ ട്രൈബൽ സ്കൂളിന് പുതിയ ബഹുനില കെട്ടിടം ലഭിച്ചതോടെ നാട്ടുകാരും വിദ്യാർത്ഥികളും ഏറെ ആവേശത്തിലായിരുന്നു. എന്നാൽ കുട്ടികളെ ക്ലാസ്സിലെത്തിക്കാൻ ഇത് മാത്രം പോരാ എന്ന ചിന്തയിൽ നിന്നാണ് അധ്യാപകരുടെ മനസ്സിൽ ഇത്തരമൊരു ആശയം ഉരുത്തിരിഞ്ഞത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഗുഡ് സാമരിറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റി ഈ ആഗ്രഹത്തിന് പിന്തുണ നൽകി. സ്കൂളിലെ പ്രധാനാധ്യാപകൻ ബിജു അമ്പൂരിയുടെ നിർദ്ദേശപ്രകാരം ചെന്നൈയിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ എത്തിച്ചു. ഏറ്റവും ആധുനികമാകുന്ന ഇലക്ട്രിക് സംവിധാനമുള്ള കാറ്, സ്കൂട്ടർ, ടോയ്സ് ആണ്. പക്ഷെ അവർക്ക് ഓടിക്കാം. ആദ്യമായിട്ടാണ് അവരിതൊക്കെ കാണുന്നത്. ഏറ്റവും നഗരത്തിലെ സ്കൂളിൽ ലഭിക്കുന്ന നല്ല അനുഭവങ്ങൾ, അതിലൂടെ ഈ കുഞ്ഞുങ്ങൾ എന്നും സ്കൂളിൽ വരാനും അവർക്ക് കൂടുതൽ പഠിക്കുവാനും ഉയരുവാനും ഈ ആദിവാസി മലമ്പണ്ടാരം വിഭാഗങ്ങളിലെ കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ രാജ്യത്തിന് നല്ല പൗരന്മാരെ വളരെ ഇടയാകും. അതിന് വേണ്ടതാകുന്ന തുടർ സഹായങ്ങളും ഉണ്ടാകും. വനവിഭവങ്ങളായ തേൻ, കുന്തിരിക്കം, ഔഷധങ്ങൾ എന്നിവ ശേഖരിക്കാൻ മാതാപിതാക്കൾ കാട് കയറിയാൽ കുട്ടികൾ ആഴ്ചകളോളം ക്ലാസ്സിലെത്തില്ല. കാരണമൊന്നുമില്ലാതെ പഠനം മുടങ്ങുന്നതും സാധാരണം. അട്ടത്തോട് സ്കൂളിൽ ടെലിവിഷൻ, ഫ്രിഡ്ജ്, യൂണിഫോം അലക്കിത്തേച്ച് നൽകുവാൻ വാഷിംഗ് മെഷീൻ, ഇസ്തിരിപ്പെട്ടി എന്നിവ നേരത്തെ തന്നെ അധികൃതർ ലഭ്യമാക്കിയിരുന്നു. കളിപ്പാട്ട വാഹനങ്ങളെ അത്ഭുതത്തോടും ആവേശത്തോടും വരവേറ്റ കുട്ടികൾ ഇനിയെങ്കിലും മുടങ്ങാതെ ക്ലാസ്സിലെത്തുമെന്നാണ് അധ്യാപകരുടെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.